ഇസ്രയേൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇസ്രയേൽ ഈ ലെബനനിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞു, നമ്മൾ ഇന്നലെ 2 മണിക്ക് പറഞ്ഞു, ഒരു 12 മണിയോടെ വീണ്ടും ഇസ്രയേലി ഫൈറ്റേഴ്സ് അവിടെ ആക്രമണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 17 പേരിൽ കൊല്ലപ്പെട്ടതിൽ ഒരാൾ വളരെ പ്രധാനപ്പെട്ട ആളാണ്. പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അമേരിക്ക തലയ്ക്ക് $70 ലക്ഷം, $7 മില്യൺ വിലയിട്ട ഒരാൾ. $70 ലക്ഷം തലയ്ക്ക് അമേരിക്ക വില പറഞ്ഞ ആളെന്ന് പറയുമ്പോൾ അയാൾ എത്ര വലിയ ഭീകരനാണെന്ന് ആലോചിക്കണം. അതെ, ഈ ഇവിടെ ഹിസ്ബുള്ളയുടെ റഡ്വാൻ ഫോഴ്സസ് എന്ന് പറഞ്ഞ ജിഹാദി ഫോഴ്സാണ് റഡ്വാൻ ഫോഴ്സസ്. അതിൻ്റെ കമാൻഡറായ ഇബ്രാഹിം അഖിൽ ഇന്നലെ കൊല്ലപ്പെട്ടു. അതായത് ഇസ്രയേലി വിമാനങ്ങൾ ഇന്നലെ ബോംബാക്രമണം നടത്തി കുറേ കെട്ടിടങ്ങൾ തകർന്നു. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഇബ്രാഹിം അഖിലിൻ്റെ ശരീരം തിരിച്ചറിഞ്ഞു. ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് കൃത്യമായി ടാർഗറ്റ് അറിഞ്ഞ് ഇബ്രാഹിം അഖിലിനെ കൊലപ്പെടുത്തി. അത് എനിക്ക് തോന്നുന്നു ഇസ്രയേലിനേക്കാളും സന്തോഷം അമേരിക്കയ്ക്കായിരിക്കും. അതിന് കാരണമുണ്ട്. ഇസ്രയേൽ കൊല്ലാനുള്ള കാരണം അതിലും പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഞെട്ടിക്കുന്നൊരു കാരണമുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം അഖിലിനെ ഇസ്രയേൽ കൊലപ്പെടുത്താനുള്ള കാരണം മൊസാദ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ചോർത്തിയെടുത്തതിനെ തുടർന്നാണ് ഇബ്രാഹിം അഖിലിനെ ഇന്നലെ ഇസ്രയേൽ ലെബനനിൽ കയറിക്കൊന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് അമേരിക്കയ്ക്ക് എന്താണ് ദേഷ്യം എന്നറിയാം. 1983 ബെയ്റൂട്ടിൽ ഇവരൊരു ട്രക്ക് സ്ഫോടനം നടത്തി ജിഹാദി ആക്രമണമായിരുന്നു. അന്ന് മരിച്ചത് 300ഓളം പേരാണ്. ബങ്കറിലുണ്ടായിരുന്ന US മറീനുകളും മരിച്ചു. എന്നിട്ട് ഏതാണ്ട് അമേരിക്കക്കാരെയും ജർമ്മൻകാരെ ബന്ദികളാക്കി പിടിച്ചു. ആര്? റഡ്വാൻ ഫോഴ്സസ്. അതിൻ്റെ തലവനായ ഇബ്രാഹിം അഖിൽ. അന്ന് മുതൽ അമേരിക്ക ഇയാളെ നോട്ടമിട്ടിരിക്കുകയാണ്. പക്ഷെ അമേരിക്ക കിട്ടിയിട്ടില്ല. 83 നടന്ന സ്ഫോടനമാണെന്ന് ഓർക്കണം. ഇത്രയും വർഷം കഴിഞ്ഞ് 83 ശേഷം 2024 ഇസ്രയേൽ ഇബ്രാഹിം അഖിലിനെ കൊന്നു. അഖിലല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ അഖിലല്ല, അഖിൽ AQIL ആണ്, AQUIL അഖിലാണ്. അപ്പോൾ അയാളെ കൊലപ്പെടുത്തി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയ്ക്ക് വലിയ സന്തോഷമായിരിക്കുന്നു. കാരണം $70 ലക്ഷം തലയ്ക്ക് വിലയിട്ട ഒരു ഭീകരൻ എന്ന് പറഞ്ഞാൽ എത്ര വിനാശകാരിയാണ്, എത്രത്തോളം പക അമേരിക്കയ്ക്കുണ്ടെന്നറിയാം. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രയേൽ, അമേരിക്കയുടെ കുഞ്ഞനുജനോ മാനസപുത്രനാണല്ലോ ഇസ്രയേൽ. അപ്പോൾ ശരിക്കും അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള പല ഓപ്പറേഷൻസും അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രയേൽ നടപ്പാക്കി കൊടുക്കുന്നുണ്ട് വളരെ വൃത്തിയായിട്ട്. അപ്പോൾ ഒരു കാഷ്വാലിറ്റി ഇത് നോക്കൂ, അമേരിക്കയ്ക്ക് ഒരു കാഷ്വാലിറ്റി ഇല്ല. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആരും പോയിട്ടില്ല, ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നും ആരും പോയിട്ടില്ല. നേരിട്ട് പേജർ ഓപ്പറേഷൻ, വാക്കി ടോക്കി ഓപ്പറേഷൻ, പിന്നെ എയർ സ്ട്രൈക്സ്, വിമാനാക്രമണം നടത്തിയിട്ടാണ് ഇയാളെ ഉൾപ്പെടെ 7 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹിസ്ബുള്ള അമ്പേ നിലം പരിശായി. ഈ നസറുള്ള ഒഴികെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നസറുള്ളയുടെ കാര്യം എപ്പോൾ സംഭവിക്കുന്നത് ഇനി കണ്ടറിയണം. കാരണം ഹനയ്യെ കൊല്ലാം, ഹമാസിൻ്റെ തലവൻ ഹനയ്യെ കൊല്ലാമെങ്കിൽ നസറുള്ളയെ ഇസ്രയേൽ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ അയാളും ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ നടത്തി ഇബ്രാഹിം അഖിലിനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്നൊരു വിവരമുണ്ട്. ഒക്ടോബർ 7 ഇസ്രയേൽ ഇനി ഒരിക്കലും മറക്കില്ല. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി 1500 വരുന്ന ഇസ്രയേലികളെ മാത്രമല്ല അമേരിക്കക്കാരുണ്ട്, ജർമ്മൻകാരുണ്ട്, അവരെയൊക്കെ കൊന്നു. ഭൂരിപക്ഷം പേരും ജ്യൂസായിരുന്നു. അവർ കുട്ടികളുണ്ട്, സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തിയാണ് കൊന്നത്. ഇതെല്ലാം നമ്മൾ ചിത്രങ്ങൾ, വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അത് ഒക്ടോബർ 7 വാർഷികം ഇസ്രയേൽ ഓർമ്മിക്കുമ്പോൾ അടുത്തൊരു പണി ഹിസ്ബുള്ള പ്ലാൻ ചെയ്തിരുന്നു. ഇസ്രയേലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ മതവിശ്വാസികൾക്കും ജൂതന്മാർക്കും ഒരേപോലെ പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, ഏറ്റവും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗലീലിയിൽ നുഴഞ്ഞുകയറ്റം നടത്തിയിട്ട് ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയതിന് സമാനമായ ഓപ്പറേഷൻ നടത്താൻ ഇബ്രാഹിം അഖിലിൻ്റെ നേതൃത്വത്തിലുള്ള റഡ്വാൻ ഫോഴ്സസ് പദ്ധതിയിട്ടിരുന്നു. ശരി. അതിൻ്റെ വിവരങ്ങൾ കിട്ടിയതുകൊണ്ടാണ് ഇന്നലെ വളരെ പെട്ടെന്ന് ഒരു വ്യോമാക്രമണം നടത്തി ഇയാളെ തെരഞ്ഞുപിടിച്ച് ഈ ഓപ്പറേഷൻ നടപ്പാക്കാൻ പ്ലാനിട്ടിരുന്ന അതിൻ്റെ ബുദ്ധികേന്ദ്രമായിരുന്ന ഇബ്രാഹിം അഖിലിനെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ പല സ്ഥലങ്ങളിൽ അവർ ഇസ്രയേലിൻ്റെ ചീഫ് ഓഫ് ദ ജനറൽ സ്റ്റാഫ് ലഫ്റ്റനൻറ്റ് ജനറൽ ഹെർസി ഹാലേവി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഗലീലി അതിർത്തിയിൽ ഇതേ ലക്ഷ്യത്തോടുകൂടി 120 പേർ നുഴഞ്ഞു കയറിയിരുന്നു. 120 പേരെയും ഇസ്രയേൽ ഇന്നലെ തീർത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ വരുന്നില്ല. കാരണം 120 പേര് നുഴഞ്ഞു കയറി
അത് ഞങ്ങൾ പരാജയപ്പെടുത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് പരാജയപ്പെടുത്തുക? കൊന്നിട്ട് കൊന്നിട്ടുണ്ടാവും, അതിൻ്റെ കണക്കുകൾ പറയുന്നില്ല. അപ്പോൾ ജനറൽ ഹെർസി ഹാലേവിയുടെ ഭാഷയിൽ തന്നെ ഗലീലി ഭാഗത്തേക്ക് കടന്നു കയറിയ 120 പേരെ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ആക്രമണം ഞങ്ങൾ തടഞ്ഞു. ഇതിന് നേതൃത്വം കൊടുക്കാൻ പദ്ധതി കിട്ടുന്നത് ഇബ്രാഹിം അഖിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ യുദ്ധം പതുക്കെ പലസ്തീനിൽ നിന്ന് ലെബനോണിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ലെബനോണിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞ ഈ പുതിയ കാലത്തെ യുദ്ധതന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയോട് ഇപ്പം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ബ്ലിങ്കനോട് ചോദിച്ചു, പടിഞ്ഞാറൻ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് അറിഞ്ഞിരുന്നോ? അപ്പോൾ അവിടെ കൊടുത്ത മറുപടി, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ അവിടെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയിരുന്നു. അത് ഒരു പക്ഷേ ഇന്നലെ നടത്തിയ എയർ സ്ട്രൈക്ക് ആയിരിക്കാം, പക്ഷേ അതിനു മുമ്പ് നടത്തിയ പേജർ ആക്രമണത്തെക്കുറിച്ചാണോ എന്ന് അറിയില്ല. കൃത്യമായി ഒന്നും തന്നിട്ടില്ല. ഏതായാലും അമേരിക്ക അതീവ സന്തുഷ്ടമായ അവസ്ഥയിലാണ്. കാരണം അവർക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തലയ്ക്ക് വില കൽപ്പിച്ച ഇബ്രാഹിം അഖിലിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹമാസിനേക്കാൾ വേഗത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്നൊരു വിവരം. അപ്പോൾ യുദ്ധം പതുക്കെ വ്യാപിക്കും. ഇറാനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഇറാൻ ഇങ്ങനെ നിരന്തരം ഇസ്രയേലിൻ്റെ നടപടികളിലൂടെ അപമാനിക്കപ്പെട്ട് വല്ലാതെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇറാൻ ചില ആക്രമണമൊക്കെ നടത്തിയേക്കാം എന്ന് തോന്നുന്നു. ഏതായാലും ഏറ്റവും പുതിയ ഒരു വിവരം, മധ്യേഷ്യയിലേക്ക് അമേരിക്കയുടെ പുതിയ വിമാനവാഹിനിയായ കൂറ്റൻ വിമാനവാഹിനിയായ USS ട്രൂമാൻ എന്ന പുതിയ വിമാനവാഹിനി കപ്പലും കൂടി മൂവ് ചെയ്തു നീങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു യുദ്ധത്തിനുള്ള ഒരു ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ലെബനോണിനെ സമ്പൂർണ്ണമായി ആക്രമിക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് അത് മാറിയേക്കാം. ഇറാൻ ഇടപെടുകയാണെങ്കിൽ അമേരിക്കയുടെ ചില ഇടപെടലും കൂടെ ഉണ്ടാവാം. ഏതായാലും യുദ്ധം അനിവാര്യമാണെന്നുള്ള തോന്നൽ പശ്ചിമേഷ്യയിൽ വ്യാപകമാണ്. ഇസ്രയേലിൻ്റെ ഇന്നത്തെ ആക്രമണ പദ്ധതികൾ അറിയില്ല. ഏതായാലും ഒക്ടോബർ 7 വരാൻ പോവുകയാണ്. ഒക്ടോബർ 7 ഇനി കഷ്ടിച്ച് 2 ആഴ്ചയുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണ് ഒക്ടോബർ 7. ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടാവുമെന്ന് ലോകം ആശങ്കയോടെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീവ്രവാദികൾ ഒക്ടോബർ 7 ചോര കിനിയുന്ന മുറിവ് പേറി നിൽക്കുന്ന ഇസ്രായേലിനെ വീണ്ടും ഒന്ന് വേദനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തേക്കാമെന്നുള്ള ആശങ്കയുമുണ്ട്. ഏതായാലും നമ്മൾ കേരളത്തിൽ ഈ ഡിസംബർ 6 ഉണ്ടല്ലോ, ബാബറി മസ്ജിദ് തകർത്ത ദിവസം ഇവിടെ വലിയ ടെൻഷനും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഒക്ടോബർ 7 ലോകത്തെമ്പാടും വലിയ ആശങ്ക ഉണ്ടാക്കുകയാണ്. കാരണം ഇസ്രായേലിൽ മാത്രമാവണമെന്നില്ല, ജൂതന്മാർ എവിടെയുണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം. ജൂതന്മാർക്ക് ഇസ്രായേൽ, എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ ചില അറിയിപ്പുകളൊക്കെ വരും. ലോകത്തെമ്പാടുമുള്ള അവരുടെ പൗരന്മാരെ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞുള്ള ഉത്തരവുകളൊക്കെ അറിയിപ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ഒക്ടോബർ 7 എന്ത് ചെയ്യുമെന്നത് ലോകം കാത്തിരിക്കുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനെ വീണ്ടും മുറിപ്പെടുത്താൻ ഈ പറയുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി അടക്കമുള്ള തീവ്രവാദികൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ചെയ്തേക്കുമോ എന്നുള്ള ആശങ്കയും വളരെ വേഗം വളർന്നു വരുന്നുണ്ട്. അതിനിടയ്ക്ക് യുദ്ധം പുതിയ തലങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇപ്പം ഇസ്രായേൽ തന്നെ ഞങ്ങൾ ഒരു സൈനിക നടപടി ലെബനിൽ നടത്തുമെന്ന് മുൻകൂട്ടി അമേരിക്കയെ അറിയിച്ചു എന്നുള്ള ഒരു സൂചന അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ അമേരിക്ക ടാർഗറ്റ് ചെയ്ത ഇബ്രാഹിം അഖിൽ എന്ന് പറഞ്ഞ ആളുകൾ അവരെ ടാർഗറ്റ് ചെയ്ത് ഇത്തരം ഒരു നീക്കം നടത്തിയത് ഇന്നതുകൊണ്ടാണ്, ഞങ്ങൾക്ക് ഇന്നൊരു വിവരം കിട്ടിയതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. ചീഫ് ഓഫ് ദ ജനറൽ സ്റ്റാഫായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലേവിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, വടക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ഒക്ടോബർ 7 നടത്തിയതുപോലെ ആക്രമണം നടത്താൻ അവിടെ ചെയ്ത് ഹമാസ് ആണെങ്കിൽ ഇവിടെ ഹിസ്ബുള്ള പദ്ധതി ഇട്ടെന്ന് മാത്രമല്ല, അതിനുവേണ്ടി 120 ആളുകളെ, നുഴഞ്ഞുകയറ്റക്കാരെ വേഷം മാറി ഇസ്രായേലിലേക്ക് കടത്തിവിട്ടു, വടക്കൻ ഇസ്രായേലിലേക്ക് കടത്തിവിട്ടു. ആ 120 പേരെയും ഞങ്ങൾ കണ്ടെത്തി ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ മിലിറ്ററി ഭാഷയിൽ ന്യൂട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊന്നുകളയാന്ന്, തീർക്കാന്ന്, അല്ല പിടിച്ച് ജയിലിലിട്ടായിരിക്കാം. ഏതായാലും ഇവർ നുഴഞ്ഞു കയറി എന്നുള്ള അവകാശം മറ്റവർക്ക് ഉന്നയിക്കാനും പറ്റത്തില്ല. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണ് ഈ പദ്ധതി അവർക്ക് വ്യക്തമായതും ഈ ആളുകളെ പിടിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ പദ്ധതി എന്ന് മനസ്സിലാക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇബ്രാഹിം അഖിലാണെന്ന് അറിയുകയും ഒരുപക്ഷെ അവരിൽ നിന്ന് കിട്ടിയ ഇൻപുട്ട് അനുസരിച്ചായിരിക്കും കൃത്യമായി ഇയാളുള്ള സ്ഥലത്തെ കെട്ടിടം തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മുടെ കൂടെ ഉണ്ട്. ആ വീഡിയോ നമുക്ക് ഇതിനൂടെ ചേർക്കാം. അപ്പം നമ്മുടെ പക്കൽ ഈ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇബ്രാഹിം അഖിലിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. ഇബ്രാഹിം അഖിലിരിക്കുന്ന കെട്ടിടം ഇസ്രയേലി എയർഫോഴ്സ് തകർക്കുന്ന വീഡിയോയും നമ്മുടെ കയ്യിലുണ്ട്. ഏതായാലും വടക്കൻ ഇസ്രയേലിൽ ആക്രമിച്ച് ഗലീലിയിൽ ഒരു കൂട്ടക്കൊല
നടത്തുക, ഒക്ടോബർ 7-നോ അല്ലെങ്കിൽ അതിനു മുമ്പോ നടത്തുക എന്നുള്ള പദ്ധതി ഹിസ്ബുള്ള ഇട്ടിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇത് ഈ 120 പേരെ നുഴഞ്ഞു കയറിയ 120 പേരെ പിടികൂടിയെന്ന് ഇസ്രായേലി ജനറൽ പറയുന്നുണ്ടല്ലോ, അതെന്നാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് അതിൻ്റെ തലവനെ കൊന്നു. ഒരുപക്ഷെ ആ വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പേജറുകൾ പൊട്ടിച്ചത്. അതെ അതെ. അപ്പോൾ ഈ ഇസ്രയേലാണ് ആക്രമണം നടത്തുന്നതെന്ന് ലോകവ്യാപകമായ ഒരു പ്രചാരം നടത്തുന്നു. പക്ഷേ ഈ ഹമാസും അതിന് പിന്നാലെ ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇവിടെ കോപ്പ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ നടപടിയെ നമുക്ക് തെറ്റു പറയാനും പറ്റില്ലല്ലോ. അല്ല ഇപ്പം അത് ശരിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഹമാസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. 2-3 ദിവസമായിട്ട് ഹമാസിൻ്റെ ഓപ്പറേഷൻസ് പേടിച്ചിട്ടുണ്ടാവാം ഹമാസ്. പക്ഷേ ഇപ്പം വലിയ പ്രതിരോധ ശേഷിയൊന്നും ഇല്ലാതെ, പ്രതിരോധിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും അവർ മാളങ്ങളിൽ പതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ മീഡിയ വൺ പറയും പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയും. പക്ഷെ പുലിക്ക് കുതിക്കാൻ കാലും വാലും ഒന്നും ഇല്ല. അപ്പം ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ ഹിസ്ബുള്ളക്കാണെങ്കിൽ എന്താ പോയെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പം അതുപോലത്തെ അവസ്ഥയിലാണ്. ഏതായാലും ഇബ്രാഹിം അഖിലിൻ്റെ കൊലപാതകം അല്ലെ, അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ആഹ്ലാദിക്കണം. ഞാൻ ആലോചിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരാളുടെ, ഒരു ഭീകരന്റെ തലയ്ക്ക് $7 മില്യൺ, എത്ര രൂപയെന്ന് ആലോചിച്ച് നോക്കിയാൽ 70 ലക്ഷം ഒക്കെ വരും. $70 ലക്ഷം. ഒരു മില്യൺ 10 ലക്ഷമാണ്. $70 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് 70 × ഒരു 80 രൂപ വെച്ച് ഗുണിക്കണം. എത്ര കോടി രൂപയാണ് ഇയാളുടെ തലയ്ക്ക് അമേരിക്ക വില കിട്ടത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒന്നും അറിയേണ്ട, വളരെ സിമ്പിളായിട്ട് ഇസ്രായേൽ റെഡിയാക്കി കൈ കൊടുത്തു. അപ്പോൾ വളരെ ലോകത്ത് തീവ്രവാദത്തെ എതിർക്കുന്ന, അത് തടയണമെന്ന് ആഗ്രഹിക്കുന്ന, അത് ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷം ഉണ്ടാകുന്ന വാർത്തയാണ്. കാരണം നമ്മളിപ്പോൾ ഓർക്കേണ്ടത് 1983 ഒരു ട്രക്ക് പൊട്ടിത്തെറിച്ച് 300 പേരാണ് കൊല്ലപ്പെട്ടത്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അതിന് പ്രതികാരം തീർന്നത്? 300 പേരെ കൊന്ന ഒരു ഭീകരനെയാണ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ തീവ്രവാദികളുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകൾ അതും കൂടെ ഓർക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.